അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈൻഡ്ഫുൾ മൊമെൻറ്റ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ. ഞാനും നിങ്ങളുമൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊന്നുമല്ല, സെൽഫ് ലവ് അഥവാ സ്വന്തത്തെ സ്നേഹിക്കുക എന്നുള്ളത്. സ്വന്തത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും സ്വാർത്ഥരാകുക എന്നല്ല അർത്ഥം. മറിച്ച് മറ്റുള്ളവർക്ക് നാം നൽകുന്ന പരിഗണനയും കെയറും ഒക്കെ നമുക്ക് കൂടി നൽകുക എന്നുള്ളതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നാം നമുക്ക് പരിഗണന നൽകാറുണ്ടോ? മറ്റുള്ളവർക്ക് നൽകുന്ന പോലെ നാം നമുക്ക് പരിഗണന നൽകാറുണ്ടോ? നമുക്ക് ഓരോ കാര്യങ്ങളും സന്തോഷത്തോടെയും തൃപ്തിയോടെയും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണമെങ്കിൽ ആദ്യം നാം നമ്മെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ നാം ചെയ്യുന്നത് വലിയൊരു ഭാരമായിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ടിപ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, നാം നമ്മുടെ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആകുക എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണത്. കാരണം ഏത് ഘട്ടത്തിലും നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ മനസ്സ് തന്നെയാണ്. നമ്മുടെ സകല കാര്യങ്ങളും നമ്മുടെ സ്വഭാവവും എല്ലാം നന്നായി അറിയുന്നത് നമുക്ക് മാത്രമാണല്ലേ. ഏത് ഘട്ടത്തിലും കട്ടയ്ക്ക് നിൽക്കാൻ നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് പ്രാപ്തമാക്കിയാലോ. നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല എന്നൊരു നഷ്ടം അവിടെ നികന്നു കിട്ടും. എനിക്കൊരു വിഷമം വന്നാലോ എന്തെങ്കിലും മനസ്സിനൊരു പ്രയാസം വന്നാലോ ഞാൻ ഏത് സാഹചര്യത്തിലാണുള്ളതെങ്കിലും ചിലപ്പോൾ അടുക്കളയിലോ അല്ലെങ്കിൽ ചിലപ്പോൾ തുണി അലക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്തോ ഒക്കെ ആയിരിക്കാം. ആ സമയത്തൊക്കെ ഞാൻ എന്നോട് തന്നെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയും. നമ്മളൊരു ഫ്രണ്ടിനെ എങ്ങനെ ആശ്വസിപ്പിക്കും, അല്ലെ മറ്റൊരു ഫ്രണ്ട് നമ്മളെ എങ്ങനെ ആശ്വസിപ്പിക്കും, അതുപോലെ. അതായത് നീ അതൊന്നും കാര്യമാക്കണ്ട, നീ എത്രയൊക്കെ ചെയ്തില്ലേ, എങ്കിൽ നീ റെസ്റ്റ് എടുക്ക്, ബാക്കി നമുക്ക് പിന്നെ സെറ്റാക്കാം. ഇങ്ങനെയൊക്കെ ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കും. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് പെൻഡിങ് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുമോ, ഇതെല്ലാം ഞാൻ ഇനി ഒറ്റയ്ക്ക് ചെയ്യണമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം നമുക്ക് ഇന്ന കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് കേട്ടോ എന്നൊക്കെ ഒരു ഫ്രണ്ട് നമ്മളോട് പറഞ്ഞു തരുന്നത് പോലെ നമുക്ക് നല്ലൊരു വൈബായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രയാസമേറിയ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് തോന്നും. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവും. നമ്മുടെ ചിന്തയാണ് നമ്മളെ ഓരോ കാര്യവും പ്രയാസമുള്ളതും ഈസിയൊക്കെ ആക്കുന്നത്. നമ്മുടെ മൈൻഡ് വലിയ ഭാരമായിട്ട് ഇതിനെ കാണുമ്പോൾ അതൊരു പ്രയാസമാവും. എന്നാൽ എളുപ്പമാണെന്ന് ചിന്തിച്ചാലോ അത് വളരെ എളുപ്പമുള്ളൊരു സംഗതിയായിട്ട് മാറും, അല്ലേ? 2, പോസിറ്റീവ് സെൽഫ് ടോക്ക്. അതായത് സ്വന്തത്തോട് പോസിറ്റീവായി മാത്രം സംസാരിക്കുക, പോസിറ്റീവായ അഫർമേഷൻസ് പറയുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നെഗറ്റിവിറ്റി എങ്ങനെ മറികടക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3, ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അതായത് നമുക്കിടയിൽ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരത്ര ശരിയല്ല എന്നൊക്കെ നമുക്ക് തോന്നുന്ന ചില ആളുകൾ കാണും. അങ്ങനെയുള്ളവർക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അവർ നമുക്കിടയിൽ ഉണ്ടായാൽ അത് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 4, നോ പറയേണ്ടടുത്ത് ധൈര്യത്തോടെ നോ പറയുക. ചില കാര്യങ്ങൾ നമുക്ക് നല്ലതല്ല അല്ലെങ്കിൽ നമ്മെക്കൊണ്ട് പറ്റില്ല, നമ്മെ അത് സ്ട്രെസ്ഡ് ആക്കും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ നോ പറഞ്ഞേക്കുക. ഒരാളെയും പ്ലീസ് ചെയ്ത് നിർത്താൻ വേണ്ടി നാം അവിടെ ഒരിക്കലും നമ്മുടെ മനസ്സിന് സ്ട്രെസ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോ പറയേണ്ടടുത്ത് നോ പറയുക. 5, സെൽഫ് കെയർ ചെയ്യുക. അതായത് നമുക്ക് നമ്മുടെ ബോഡിയും മൈൻഡും ഒരുപോലെ കെയർ ചെയ്യുക. മുമ്പൊക്കെ നമ്മൾ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ നമ്മുടെ ഉമ്മമാരോ അമ്മമാരോ ഒക്കെ ആവും അല്ലേ നമ്മളെ കെയർ ചെയ്യുന്നത്. അതായത് മുടിയിൽ എണ്ണ തേച്ച് തരുന്നതും നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി തരുന്നതും നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്ത് തരുന്നതും ഒക്കെ. അതേ കെയറിങ് നമുക്ക് തന്നെ അങ്ങ് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഫുഡ് കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇതെനിക്ക് വേണ്ടിയിട്ടാണെന്ന രീതിയിൽ ഫുഡ് തയ്യാറാക്കി ആസ്വദിച്ച് കഴിക്കുക. അതുപോലെ ആഴ്ചയിൽ സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഒക്കെ ആയിട്ട് ഒരു സമയം മാറ്റി വയ്ക്കുക. എക്സസൈസ് ചെയ്യുക. നാം ഇഷ്ടപ്പെട്ടതും എന്നാൽ മാറ്റി വെച്ചിട്ടുള്ളതുമായ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങണമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് വാങ്ങാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങുക. അത് വലിയ വിലയുള്ള സാധനമൊന്നും അല്ലെങ്കിൽ പോലും ഒരു ഹെയർ ക്ലിപ്പാണെങ്കിലും നമുക്ക് വേണ്ടി നമ്മളത് വാങ്ങിക്കുക.
അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നാം എന്തോ ആണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. അതുപോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക. നമുക്കെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഹോബീസ് കാണുമല്ലോ അല്ലേ? അപ്പോൾ ചിലർക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാകും, വരയ്ക്കാനും, അതുപോലെ ഡിസൈനിങ്, സ്റ്റിച്ചിങ്, എഴുത്ത്, ഗാർഡനിങ്, കുക്കിംഗ്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ കാണും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. എനിക്കും എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടി സമയം കണ്ടെത്തുക. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ പോസിറ്റീവായി സംസാരിക്കുക എന്നുള്ളത്. അങ്ങനെ എൻ്റെ മനസ്സിന് അതൊരു വല്ലാത്ത തൃപ്തിയും സന്തോഷവും ഒക്കെ നൽകും. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ചാനൽ തുടങ്ങാൻ കാരണം. അപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുക. അപ്പോഴും നമുക്ക് നമ്മളോടൊരു ഇഷ്ടമാണ് തോന്നുന്നത്. നമ്മുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.